വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു പുഡിംഗ് റെസിപ്പി തന്നെയാണ്. ഇന്നത്തെ പുഡിംഗ് ഞാൻ ഒരുപാട് മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്ത റെസിപ്പി കൂടിയാണ്. അന്ന് തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. തേങ്ങ ചെരുവിയത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ്. വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ തന്നെ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് കൂടിയാണ്. ഇളനീർ പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അതുകൊണ്ട് തന്നെ ഇളനീർ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ ഇളനീർ കിട്ടാത്ത സമയത്ത് നമുക്ക് ഈ ഒരു പുഡിങ് ഇളനീർ പുഡിങ്ങിന് പകരം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയ സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പുഡിങ് നമുക്ക് ഇളനീർ പുഡിങ്ങിന് പകരം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ പലരും പുഡിങ് റെഡിയാക്കി എടുക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടൻസ്ഡ് മിൽക്കിന് പകരം വേറെ എന്താ ചേർക്കാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നാൽ പോലും ടേസ്റ്റിൽ ഒരു ചേഞ്ചും ഇല്ല, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള കോക്കനട്ട് പുഡിങ്ങിൻ്റെ ഫോട്ടോ ആണ്. സെയിം റെസിപ്പി തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇത് വലിയ മോൾഡിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ചെറിയ മോൾഡിൽ വെച്ചിട്ടുള്ള പുഡിംഗ് ആണ്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഉണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കോക്കനട്ട് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. എല്ലാ പുഡിങ്ങിലേക്കും ചെയ്യുന്ന പോലെ തന്നെ ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കപ്പ് പാലിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചെരുവിയത് വേണം. 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചെരുവിയത്. പിന്നെ ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തേങ്ങ ചെരുവിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ബ്രൗൺ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചെരുവിയത് എടുക്കുമ്പം ആ ബ്രൗൺ കളർ പെടാതെ നോക്കുക. എന്നാൽ പുഡിങ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇനിയിപ്പോൾ പെട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി 1/3 കപ്പാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പിൻ്റെ 1/3 ഭാഗമാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഈ പാൽപ്പൊടി ചേർത്തുകൊണ്ട് മധുരം കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. എല്ലാ പുഡിങ്ങും സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ജെലാറ്റിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതുവരെ ജെലാറ്റിൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും അറിയില്ല. ഞാൻ മുമ്പത്തെ റെസിപ്പീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈന ഗ്രാസ് 2 കപ്പ് പാലിലേക്ക് നമുക്ക് 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് വേണ്ടതെന്ന്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 6 ഗ്രാം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിൻ്റെ കൂടെ നമ്മൾ ഇതിലേക്ക് തിക്കായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ തിക്കായിട്ട് ചേർക്കുമ്പോഴാണ് നമുക്ക് 8 ഗ്രാം വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 ഗ്രാം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാൽപ്പൊടി ഒന്ന് ഒരു പേസ്റ്റ് പരുവാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാനുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊരു തിക്കാക്കി എടുക്കണം. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി ലൂസ് ആവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് തിക്ക് ആവാനും പാടില്ല. ഒരു മിനിമം കൺസിസ്റ്റൻസിയിൽ വേണം അത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിന് പകരമുള്ള പാൽപ്പൊടി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ 2 കപ്പ് പാല് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ എല്ലാ പുഡിംഗ് റെസിപ്പീസിലും പറയുന്ന ഒരു കാര്യമാണ് ഈ പാല് നമ്മൾ തിളച്ച് ഒരുപാട് നേരം തിളപ്പിക്കരുത്. പുഡിങ്ങിലേക്ക് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ബാക്കി എല്ലാ ചേരുവകളും ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഈ ചൈന ഗ്രാസ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും വേണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഏകദേശം ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട്. വല്ലാണ്ട് പാല് തിളപ്പിക്കരുത്.
അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പാൽപ്പൊടിയുടെ ആ ഒരു പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് തന്നെ. പിന്നെ പുഡിങ്ങിലേക്ക് നമ്മൾ മധുരം കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പുഡിങ് നമ്മൾ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ മധുരം കുറയും. അപ്പോൾ നമ്മൾ അത്യാവശ്യം കൂടുതൽ മധുരം ഇട്ട് കൊടുത്താലേ ആ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റാണ് തേങ്ങ ചിരവിയത് ചേർക്കേണ്ടത്. ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൈന ഗ്രാസ് ചേർക്കുന്നതിന് മുമ്പ് കേട്ടോ. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വല്ലാണ്ട് തിളച്ച് മറിയണമെന്നൊന്നുമില്ല കേട്ടോ. തേങ്ങ ചിരവിയത് ചേർത്ത ശേഷം ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇത്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ആയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരു ചൈന ഗ്രാസ് ചേർത്ത ശേഷം നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ വീണ്ടും ഈ ഒരു പാലിൻ്റെ മിക്സ്ചർ തിളപ്പിക്കണം എന്നില്ല കേട്ടോ. തിളച്ച് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ഒരു മിൽക്ക് പുഡിംഗ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന എസൻസ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു പുഡിങ്. അപ്പോൾ അതിലേക്ക് എസൻസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസൻസ് ഇല്ല എന്നാണെങ്കിൽ ഇതുപോലെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ മിൽക്ക് പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇനി എല്ലാവർക്കും വേണ്ടത് ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ചേർക്കാത്ത പുഡിംഗ് റെസിപ്പിയാണ്. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടിയിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ഒന്നുകൂടെ ഒരു ഭംഗി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിൽക്കൺ മോൾഡിലും പിന്നെ ഇതുപോലെ 2 ബൗളുകളിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബൗളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതിന് മുമ്പ് ഈ ബൗളിൽ അല്പം ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം തേച്ച് കൊടുക്കട്ടോ. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മളിപ്പോൾ സിൽക്കൺ മോൾഡിൽ പിന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പുഡിങ്ങിൻ്റെ ട്രേയിലാണെങ്കിൽ ഇതുപോലെ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ ബൗളിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മാത്രം ഗ്രീസ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ 2 ബൗളിൽ സെറ്റ് ചെയ്യാൻ കാരണം ഞാൻ മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള ആ ഫോട്ടോയിൽ ഏകദേശം ഇതുപോലത്തെ ഒരു വലിയൊരു മോൾഡിലാണ് ഞാൻ ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ സെറ്റ് ചെയ്യാൻ വെച്ചത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ബൗൾ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതുപോലെ 4 പാത്രത്തിലായിട്ട് ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളിത് ചെറിയ ബൗളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബൗളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസൻ ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ഫ്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ പുഡിങ്ങിൻ്റെ ട്രേയിലാണ് നിങ്ങളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതെങ്കിൽ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ അല്പം ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ബൗളിൽ നിന്ന് ഈ കോക്കനട്ട് പുഡിങ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എന്നാലോ ഭയങ്കര ഈസി ആയിട്ട് അധികം ചേരുവകളൊന്നും ചേർക്കാത്തൊരു പുഡിങ് കൂടിയാണ്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്ത ആ ഒരു ഫോട്ടോയിൽ ചോക്ലേറ്റ് സിറപ്പാണ് ചേർത്തത്. അതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുന്നത് കേട്ടോ. ഒട്ടും നിർബന്ധമില്ല, അത് ചേർക്കാതെയും നല്ല ടേസ്റ്റാണ്. നട്ട്സൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ആണെങ്കിൽ പോലും നമ്മളത് ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട. കാരണം ആ ഒരു തേങ്ങയുടെ ഫ്ലേവർ നഷ്ടപ്പെടും നമ്മളിതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഒത്തിരി ചേർക്കണ്ട കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന തേങ്ങ പുഡിങ് റെഡി ആയിട്ടുണ്ട്.
തേങ്ങ ചെരുവിയതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ നോക്കുക. ചൈന ഗ്രാസ് നമുക്ക് ഒട്ടുമിക്ക പുഡിങ്ങിലും മസ്റ്റാണ്. ചൈന ഗ്രാസിന് പകരം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. എന്നാൽ പോലും ചൈന ഗ്രാസ് ചേർത്താലേ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയിലൊക്കെ പുഡിങ് സെറ്റായി കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഇനി വരുന്ന റെസിപ്പീസിൽ, പുഡിംഗ് റെസിപ്പീസിൽ ചൈന ഗ്രാസും ജെലാറ്റിനും കോൺഫ്ലോറും ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയുമായിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ കോക്കനട്ട് പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ കോക്കനട്ട് പുഡിംഗ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ്, ഈസി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. പിന്നെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു ചാനൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടോ. താങ്ക്